പ്രിയ സഖാക്കളെ, നാം ഇന്ന് വലിയ ഒരു സമരമുഖത്താണ്. ഈ സമരം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സമരമാണ്. ബാങ്ക് ജീവനക്കാർ മാത്രമല്ല, മറ്റ് തൊഴിലാളി വർഗവും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു സമരമാണ്. കാരണം നിങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ സുപ്രധാന ആവശ്യങ്ങൾ തന്നെയാണ്. ഒരു പണിയെടുക്കുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം അവൻ്റെ ജോലി സ്ഥിരതയാണ്. ജോലി സ്ഥിരത എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കുന്ന ചില ആൾക്കാരുണ്ട്. ജോലിക്ക് കയറിയാൽ റിട്ടയർമെൻറ്റ് ഏജ് വരെ സുഖമായി പണിയെടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നാണ് പറയുന്നത്. അങ്ങനെ ജോലിക്ക് കയറിയാൽ റിട്ടയർമെൻറ്റ് ഏജ് വരെ ജോലിയിൽ തുടരാനുള്ള അവകാശം പണിമുടക്കിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ്. ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ആ രീതി വീണ്ടും ആരംഭിക്കാൻ തുടങ്ങുകയാണിപ്പോൾ. അതായത് ജോലി സ്ഥിരതയില്ല. ബാങ്ക് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി മാനേജ്മെൻറ്റിന് ഒരു തൊഴിലാളിയെ ഇഷ്ടമല്ല എങ്കിൽ അവനെ ജോലിയിൽ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരം, മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടപ്രകാരം പിരിച്ചുവിടാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ റിട്ടയർമെൻറ്റ് വരെ തുടരാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം ഇവിടെ ഉള്ളത്, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് എതിരായ ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഇന്ത്യ ഗവൺമെൻറ് തൊഴിൽ നിയമങ്ങൾ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് നിയമപ്രകാരമുള്ള നിയമനമാക്കി വച്ചിരിക്കുകയാണ്. ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് ഒരാളെ ജോലിക്ക് വെക്കുമ്പോൾ അതിനൊരു റിട്ടയർമെൻറ്റ് ഏജൊക്കെ മുൻകാലങ്ങളിലുണ്ട്. ഇപ്പോൾ ആ റിട്ടയർമെൻറ്റ് ഏജൊക്കെ മാറ്റിയിട്ട് 2 കൊല്ലത്തേക്ക്, 3 കൊല്ലത്തേക്ക്, 6 കൊല്ലത്തേക്ക് ഒക്കെ ആൾക്കാരെ നിയമിക്കാനുള്ള അനുവാദം നമ്മുടെ ലേബർ നിയമങ്ങളിൽ, തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെൻറ് മാനേജ്മെൻറ്റുകൾക്ക് അധികാരം കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഒരു മോഡൽ എംപ്ലോയർ എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ആ രീതിയിലുള്ള നിയമനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് അഗ്നിവീർ എന്ന് പറഞ്ഞ് പട്ടാളത്തിലേക്ക് ആളുകളെ എടുക്കുന്നത്. പട്ടാളത്തിലേക്ക് മുൻപ് ആളുകളെ എടുക്കുമ്പോൾ മിനിമം ഇത്ര വർഷം നിങ്ങൾ സർവീസ് ചെയ്യണം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ തുടർന്നോളൂ എന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല. പട്ടാളക്കാരെ എടുക്കുന്നത് 6 വർഷത്തേക്ക്. 6 വർഷം കഴിഞ്ഞാൽ നീ പിരിഞ്ഞു പോയിക്കൊള്ളണം. അത് ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് അത് നടത്താമെന്ന് ഗവൺമെൻറ് തന്നെ നിയമം കൊണ്ടുവരികയും അവർ തന്നെ ഏറ്റവും സുപ്രധാനമായ തൊഴിൽ മേഖലയായ പട്ടാളത്തിൽ അത് പ്രായോഗികമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനെതിരായിട്ട് വലിയ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ഷോർട്ട് ടേം എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവരുന്നത് എന്നതും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒരു തൊഴിലാളിക്കും അവൻ്റെ മാനേജ്മെൻറ്റിൻ്റെ നേരെ വിരൽ ചൂണ്ടാനുള്ള ധൈര്യമുണ്ടായിക്കൂടാ. അങ്ങനെ നീ വിരൽ ചൂണ്ടിയാൽ നിന്നെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാൻ എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ രാജ്യത്തെ തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അതിൻ്റെ ഒരു സുപ്രധാന ഡിമാൻഡായി മുന്നോട്ട് വയ്ക്കുന്നു, കോൺട്രാക്റ്റ് ലേബർ സിസ്റ്റം അവസാനിപ്പിക്കണം. ഈ ബാങ്കിൽ ആ രീതിയിലുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ട് തോന്നുമ്പോൾ പിരിച്ചുവിടാനുള്ള ആ ഒരു സമ്പ്രദായം അത് അവസാനിപ്പിക്കണം. ഇത് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ദീർഘകാലമായി മുന്നോട്ട് വച്ചിട്ടുള്ള ഒന്നാണ്. കോൺട്രാക്റ്റ് എംപ്ലോയ്മെൻറ്റ് പറ്റില്ല. പക്ഷേ ഇപ്പോൾ
നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെയുള്ള തൊഴിലാളികളില്ലാത്ത ബാങ്കുകളില്ല, അതുപോലുള്ള നിയമനങ്ങളില്ലാത്ത ബാങ്കുകളില്ല. അത് വളരെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിമാൻഡുകളിൽ ഒരു ചെറിയ മാറ്റവും കൂടി ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. എന്താ? ഈ കോൺട്രാക്റ്റ് ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണം എന്ന്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺട്രാക്റ്റ് എംപ്ലോയീസ് ഇന്ന് നമ്മുടെ ബാങ്കുകളിലുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഏജൻസി വഴി വരുന്ന ആൾക്കാർ മാത്രമല്ല, ഡയറക്റ്റായിട്ട് കോൺട്രാക്റ്റ് എംപ്ലോയീസിനെയും നിയമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏജൻസി വഴി വരുന്നവർക്ക് കൊടുക്കുന്ന ശമ്പളം പോലും ആ ഏജൻസി കൊടുക്കില്ല. ഡയറക്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പെർമനൻ്റ് എംപ്ലോയി വാങ്ങുന്ന അതിൻ്റെ 1/3 ശമ്പളം പോലും കിട്ടില്ല. അങ്ങനെ അഭ്യസ്തവിദ്യരായ ഇന്ത്യയിലെ തൊഴിലന്വേഷകരെ വഞ്ചിക്കുന്ന, അവരുടെ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫെഡറൽ ബാങ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന തൊഴിൽ നിഷേധത്തിനെതിരായിട്ടുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇത് ഈ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ തൊഴിലാളികളെ അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ സഹായിക്കുന്ന ഒരു നിലപാടാണ്. മറ്റൊന്ന്, നമ്മളിവിടെ സുപ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കരാർ ലംഘനങ്ങൾ ഒഴിവാക്കണം. ഈ കരാർ ലംഘനം എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ തീർന്നു, കരാർ ലംഘനം. അപ്പോൾ അതെന്തോ നിസ്സാര കാര്യമെന്ന പോലെയാണ്. ഒരു കരാർ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് കരാർ ലംഘനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ചെറിയ ഉദാഹരണം നമ്മൾ എടുത്താൽ, ഫെഡറൽ ബാങ്ക് സംഘടനയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്തൊക്കെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിന് ഇപ്പോൾ സുജിത്ത് രാജുവൊക്കെ ബാങ്കിൽ ചെന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് പോരുന്നതിന് തടസ്സമില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മുൻകാലങ്ങളിൽ. ജനറൽ സെക്രട്ടറി പോയിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ശമ്പളം പോക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് ശമ്പളം പോയാലും സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ പോകും എന്ന തൻ്റെ ഇടത്തോടുകൂടി ഇറങ്ങിപ്പോരുകയും വർഷങ്ങളോളം ശമ്പളമില്ലാതെ ബാങ്കിൽ പണിയെടുക്കുകയും ചെയ്ത സഖാവ് PM ജോസഫ് അദ്ദേഹത്തിൻ്റെ സമരവീര്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രധാന പ്രവർത്തകൻ എന്നയാളിന് ഇത് ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഭാഗമാണ്. തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, തൊഴിൽ സമാധാനം ഈ വ്യവസായത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരണം എന്നാവശ്യപ്പെടുകയും ഒരു കരാറിലൂടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ആ കരാറിൽ എഴുതിയിരിക്കുന്ന വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോംറേഡ് ജനറൽ സെക്രട്ടറി ഓഫ് ദി യൂണിയൻ ഷുഡ് സൈൻ ദി അറ്റൻഡൻസ് ടു ഏൺ ഹിസ് സാലറി. അല്ലാതെ പണിയെടുക്കണമെന്നല്ല, അദ്ദേഹത്തിൻ്റെ ശമ്പളം കിട്ടാൻ അദ്ദേഹം അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. അതാണൊരു കരാറ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കരാറ്. PM ജോസഫ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ആ കരാറനുസരിച്ചിട്ട് ഇപ്പോൾ സുജിത്ത് രാജുവിന് ഒപ്പിട്ടെടുത്ത് ഇറങ്ങിപ്പോരാ. ആ കരാർ മാറിയാലോ നമ്മുടെ സംഘടനാ പ്രവർത്തനം തീർന്നു, സംഘടനാ പ്രവർത്തനം മന്ദീഭവിച്ചു, അതത്ര കണ്ട് പിന്നോട്ട് അടിക്കപ്പെടും. ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടു, ചെക്ക് ഓഫ് സമ്പ്രദായം വെറുതെ ആരും കൊണ്ടുവന്നൊന്നുമല്ല. നമ്മൾ സംഘടനാ ശക്തി കൊണ്ട് മാനേജ്മെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആദ്യകാലങ്ങളിൽ മാനേജ്മെൻറ്റ് അതിനെ എതിർത്തിരുന്നു. നിങ്ങളുടെ മാസവരി പിരിക്കുന്നതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, അതുകൊണ്ട് ചെക്ക് ഓഫ് സമ്പ്രദായം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം അത് നിയമമായി മാറി. രജിസ്ട്രേഡ് ട്രേഡ് യൂണിയനുകളുടെ അംഗങ്ങൾ അവരുടെ ശമ്പളത്തിൽ നിന്ന് വരിസംഖ്യ പിടിച്ച് കൊടുക്കണം എന്നത് നിയമമായി മാറി. നമ്മുടെ ആവശ്യം തള്ളിക്കളഞ്ഞതാണ് അതൊക്കെ. അപ്പോൾ ഒരു കരാർ ഉണ്ടാക്കുന്നതിന് ദീർഘകാലത്തെ സമരങ്ങൾ നടത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ട്രാൻസ്ഫർ പോളിസി എന്ന് പറയുമ്പോൾ നമുക്കൊരു വാചകത്തിൽ തീർന്നു, ട്രാൻസ്ഫർ പോളിസി.
പക്ഷെ ഒരു ട്രാൻസ്ഫർ പോളിസി ഉണ്ടാക്കാൻ, അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അതിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാൻ എത്രയോ വർഷങ്ങളായിട്ട് ഫെഡറൽ ബാങ്കിലായാലും മറ്റ് ബാങ്കുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും തൊഴിലാളികൾ പണിമുടക്കുകയും സമരം ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഒരു പോളിസി രൂപീകരിക്കുന്നത്. ആ പോളിസിയാണ് ഒരു സുപ്രഭാതത്തിൽ മാനേജ്മെൻറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് അംഗീകരിക്കില്ല, ഞങ്ങൾ നടപ്പാക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനു മുകളിൽ അധികാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനെയാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. വളരെ ധീരമായ, വളരെ കാതലായ തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ സമരങ്ങളിൽ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ്, തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം, കരാർ ലംഘനങ്ങൾ ഒഴിവാക്കാനുള്ള ആവശ്യം, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി കോൺട്രാക്റ്റ് ലേബർ സിസ്റ്റം ഒഴിവാക്കണം എന്ന ആവശ്യം, കോൺട്രാക്റ്റ് ലേബറേഴ്സിന് ജോലിയിൽ സ്ഥിരപ്പെടുത്തണം, അവർക്ക് വേതനം കൊടുക്കണം, അല്ലാതെ പിച്ചക്കാശ് കൊടുത്താൽ പോരെ. ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങളാണ്. എനിക്ക് സന്തോഷമുണ്ട്, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ആണ് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഈ ആവശ്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യകാലം മുതൽ ഇപ്പോൾ വരെ തുടർച്ചയായി പണിമുടക്കുകളും സമരങ്ങളും നടത്തുന്ന ഏക സംഘടന. അതിനുള്ള സർട്ടിഫിക്കറ്റാണ് സുജിത് രാജുവിന് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എംപ്ലോയീസ് യൂണിയനുകളുടെ കൺവീനർ എന്ന നിലയിൽ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ വെച്ച് നീട്ടിയത്. അതല്ലാതെ അടുത്ത പ്രമോഷൻ കിട്ടാൻ വേണ്ടി കൊടുത്തതല്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ധീരമായി സഖാക്കളെ നയിച്ച് സമരരംഗത്ത് ഉറപ്പിച്ചു നിർത്തിയതിൻ്റെ ഫലമാണ്. ഇതിന്നും ഇന്നലെയുള്ള ഇടപാടല്ല. പണ്ട് മുതലും ഫെഡറൽ ബാങ്ക് മാനേജ്മെൻറ്റ് നമ്മൾ പണിമുടക്കിന് പോകുമ്പോൾ അതിനെ വെല്ലാനായിട്ട് അവർ പല പരിപാടികളും നടത്തും. പക്ഷേ ആദ്യകാല മാനേജ്മെൻറ്റുകൾ നടത്തുന്ന ആ സമരത്തെ നേരിടാനുള്ള അവരുടെ നീക്കങ്ങളെ, അതിനെ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കണ്ടിരുന്നത് വെറുപ്പോടുകൂടിയല്ല. അവരൊരു പ്രോഗ്രാം ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ അതിനെ മറികടക്കാൻ നമ്മൾ മറ്റൊരു മാർഗം കണ്ടെത്തും. അതിന് വൈരാഗ്യമില്ല, തമ്മിൽ പിണക്കമില്ല, തമ്മിൽ ബഹുമാനം വെച്ചുകൊണ്ടാണ് മാനേജ്മെൻറ്റും യൂണിയനും ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. ഒരു സന്ദർഭത്തിൽ ചെറിയാൻ, അന്ന് ജനറൽ മാനേജറാണ് അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ചോദിക്കുകയുണ്ടായി, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണം എന്ന ഒരു വ്യവസ്ഥ ഒരു കരാറിൽ ഒപ്പിടണം എന്ന് ഉണ്ടാക്കണം, എഴുതി വയ്ക്കണം എന്ന് ചോദിച്ചപ്പോൾ അതിനെ എതിർത്തു. നിങ്ങളുടെ ഒരു മേനോൻ HR-ൻ്റെ ആളായിരുന്ന സന്ദർഭത്തിലാണത്. മേനോൻ പറഞ്ഞു അത് ചേർക്കാൻ പറ്റില്ല എന്ന് പറയും. അവസാനം അത് ചേർത്തുകൊണ്ട് തന്നെയാണ് കരാർ ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ യൂണിയൻ വളരെ ശക്തമായി വേണം എന്ന് നിർബന്ധിച്ചപ്പോൾ ചെറിയാൻ ചോദിച്ചത്, ഫെഡറൽ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട ആരാ ഇന്ന് പുറത്തു നിൽക്കുന്നത്? നിങ്ങൾ ഇത്ര വലിയ ഇതിന് വാശി പിടിക്കണം എന്തിനാണ്? അതായത് ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കുന്നത് സമരത്തെ നേരിടുന്നതിനുള്ള ആവശ്യത്തിനാണ്. 200ഉം 300ഉം സസ്പെൻഷൻ, ബാങ്കിലെ മൊത്തം ജീവനക്കാരിൽ 1/3 പേരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിട്ടൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ പോലും സമരം മുന്നോട്ട് പോകും. സമരം തീർന്ന് അകത്ത് കയറുമ്പോൾ വളരെ ചുറുചുറുക്കോടെ ബാങ്കിൻ്റെ പണിയെല്ലാം തീർത്ത് കസ്റ്റമേഴ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ പണി തീർക്കുന്നവരാണ് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരെന്ന് അന്നത്തെ മാനേജ്മെൻറ്റ് അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ മാനേജ്മെൻറ്റ് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ മാനേജ്മെൻറ്റ് നിങ്ങളുടെ അധ്വാന ഭാരത്തെ അവരുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി എങ്ങനെ തിരിച്ചുവിടാം എന്നതാണ് നോക്കുന്നത്. ഇതാണ് അന്നത്തെ മാനേജ്മെൻറ്റും ഇന്നത്തെ മാനേജ്മെൻറ്റും തമ്മിലുള്ള വലിയ ഒരു മാറ്റം. 1963 ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ രൂപീകരിച്ചത്. 64 മുതൽ ആ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 64 ഞാൻ ആലുവയിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഫെഡറൽ ബാങ്ക് സമരങ്ങളുമായി യോജിച്ചു പോരാനും റിട്ടയർമെൻറ്റിന് ശേഷവും
ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒത്തുചേരാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിന് ഇന്നിവിടെ രണ്ടു വാക്ക് പറയുന്നതിന് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. കൂടുതലായി പറയണമെന്നില്ല. വളരെ ഗംഭീരമായിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ സമരങ്ങളുടെ കാര്യകാരണങ്ങൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞുകൊണ്ട് അതിലേക്കൊന്നും ഇനി കടക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായും അംഗീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങളാണ്, പൂർണ്ണമായും നേടിയെടുക്കേണ്ട ആവശ്യങ്ങളാണ്. ഈ പോരാട്ടം എത്ര നീണ്ടാലും ഫെഡറൽ ബാങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സമരങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ റിയാക്ട് ചെയ്യുന്നവരാണ്, അല്ലാതെ അടങ്ങിയിരിക്കുന്നവരല്ല. നമ്മൾ റിയാക്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും റിയാക്ട് ചെയ്യാനുള്ള അവസരം മാനേജ്മെൻറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. കാരണം മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം അതാണ്. ആ റിയാക്ട് ചെയ്യാനുള്ള കരുത്താർജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാ വിജയവും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.